ഹലോ, ഇതൊരു ഡൗട്ട് ക്ലിയറൻസ് സെഷനാണ്. ഞാൻ 3 പേരുടെ ഡൗട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡൗട്ട്, പരസ്പരം കാണുമ്പോൾ തൊട്ടാണോ TF യാത്ര തുടങ്ങുന്നത്? നോക്കാം. നമ്മുടെ 3D ലെവലിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ TF ജേർണി ആരംഭിക്കുന്നത് ആ 2 സോൾസും, അതായത് DM സോളും DF സോളും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ മുതലാണ്. ഓക്കെ, പക്ഷേ 5D ലെവലിൽ അല്ലെങ്കിൽ സോൾ ലെവലിൽ പറഞ്ഞാൽ TF ജേർണി ആരംഭിക്കുന്നത് ആ 2 സോളും, DM സോളും DF സോളും ഒരു സോളിൽ നിന്നും 2ആയി സ്പ്ലിറ്റായി ട്വിൻ സോൾസായി മാറുന്ന ആ ജന്മം മുതലാണ്. മനസ്സിലായോ? അവർ 2 ശരീരങ്ങളിലായി 2 ഇടങ്ങളിലായി അങ്ങനെ ജീവിച്ച് ഒരുപാട് ജന്മങ്ങൾ എടുക്കുന്നു. അങ്ങനെ അവസാന ജന്മങ്ങളിൽ ഒന്നിൽ അവർ മീറ്റ് ചെയ്ത് അവരുടെ കർമ്മ ക്ലിയറൻസ് ഒക്കെ നടത്തി യൂണിയൻ ആകുന്നത് വരെയാണ് ആ ഒരു TF ജേർണി നീണ്ടു നിൽക്കുന്നത്. മനസ്സിലായോ? അടുത്ത ഡൗട്ട്, ഓവർ ഷെയറിങ് ഷെയിം എങ്ങനെ ഹീൽ ചെയ്യാം? ശരിക്കും എന്താണ് ഓവർ ഷെയറിങ് ഷെയിം? നമ്മൾ ഓവറായിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ DMനോടോ മറ്റുള്ളവരോടോ അറിയാതെ അങ്ങ് ഷെയർ ചെയ്യും. പിന്നെ തോന്നും അയ്യോ അതൊന്നും വേണ്ടായിരുന്നു, അല്ലേ? അപ്പം ഇതിനെയാണ്, ഈ ഒരു ഷെയിമിംഗ് ആണ് ഓവർ ഷെയറിങ് ഷെയിം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാം ഷെയർ ചെയ്തു പോകുന്നത്. അതുപോലെ കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ അവഗണിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലുതാകുമ്പോൾ നമ്മളത് മറികടക്കാൻ അമിതമായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ എന്നെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കുട്ടിയുടെ ആ ഒരു ആഗ്രഹം, അത് കാരണമാണ് നിങ്ങൾ മുതിരുമ്പോൾ നിങ്ങളോട് ഒരുപാട് അടുപ്പം കാണിക്കുന്നവരോട് നിങ്ങളിങ്ങനെ ഓവർ ഷെയറിങ് നടത്തുന്നത്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ആ ഒരു ഷെയിം എന്ന നെഗറ്റീവ് ഇമോഷനെ എങ്ങനെ ഹീൽ ചെയ്യാം പറഞ്ഞുതരാം. ആദ്യം നിങ്ങളിലെ ആ ഒരു കുട്ടിയെ സമാധാനിപ്പിക്കുക. ഓക്കെ, ഇത്തരം സാഹചര്യം വരുമ്പോൾ സംസാരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം ചെയ്യുന്ന മുന്നേ 100 വട്ടമെങ്കിലും ആലോചിക്കണമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പാത്രം അറിഞ്ഞ് ചോറ് വിളമ്പാവൂ എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരാളെ നന്നായി മനസ്സിലാക്കിയ ശേഷം സ്വയം തീരുമാനിക്കുക അയാളോടുള്ള നിങ്ങളുടെ ഷെയറിങ് എങ്ങനെയായിരിക്കണമെന്ന്. അതുപോലെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക ഡിയേഴ്സ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് ടെക്നിക്കും കൂടെ പറഞ്ഞു തരട്ടെ. അതായത് ഇങ്ങനെ പറയുക, എന്നെ കേൾക്കാൻ ഞാൻ മാത്രം മതി, എൻ്റെ സോൾ മാത്രമാണ് എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും കൂടെ ഉണ്ടാകുന്നത്. എൻ്റെ സോളിനെ പോലെ എന്നെ മനസ്സിലാക്കുന്നവരോട് മാത്രമേ എല്ലാം ഞാനിനി ഷെയർ ചെയ്യുള്ളൂ. ഓവർ ഷെയറിങ് ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിലെ കൊച്ചുകുട്ടി, ഇനി വിഷമിക്കരുത്, നിന്നെ കേൾക്കാൻ നിന്നെ മനസ്സിലാക്കാൻ ഈ ഞാനുണ്ട്. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റായിട്ട് സ്വയം പറയുക, ഹീലായിക്കൊള്ളൂ. മനസ്സിലായോ? അടുത്ത ഡൗട്ടാണ്, എന്താണ് ഡെത്ത് സെപ്പറേഷൻ? നോക്കൂ, ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഏറ്റവും പ്രയാസമേറിയ ഘട്ടമാണ് ഈ ഡെത്ത് സെപ്പറേഷൻ. ഇതിന് 2 വശങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ വശം, ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നതിലൂടെ അവിടെ ഒരു ഡെത്ത് സംഭവിക്കുന്നു. അടുത്ത വശം എന്ന് പറയുന്നത്, ഒരു ഡെത്ത് സംഭവിക്കുന്നതിലൂടെ അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നു. ആദ്യത്തെ എന്തോന്ന് നോക്കാം. ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നതിലൂടെ ഡെത്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈഗോ ഡെത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, TF ജേർണിയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം DFനാണ് ഈഗോ ഡെത്ത് സംഭവിക്കുന്നത്. DFൻ്റെ ഈഗോ എല്ലാം തകർന്നടിഞ്ഞു പോകും. പിന്നീട് DF സെൽഫ് ലവിൽ പോകുമ്പോൾ DMനുള്ള സെപ്പറേഷൻ സ്റ്റാർട്ടാകുന്നു. DMനും ഈഗോ ഡെത്ത് സംഭവിക്കുന്നു. ഓക്കെ, ഈഗോ ഡെത്ത് സംഭവിച്ചാൽ മാത്രമേ സോളിൻ്റെ അവേക്കനിങ് നടക്കുകയുള്ളൂ. അടുത്ത വശം എന്തോ നോക്കാം, ഒരു ഡെത്ത് സംഭവിക്കുന്നതിലൂടെ സെപ്പറേഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇവിടെ TF ജേർണിയിൽ ഒരു സോളിൻ്റെ ശരീരം അപ്രതീക്ഷിതമായിട്ട് മരണമടയുന്ന ഒരു കേസാണിത്. അങ്ങനെ മരണമടയുന്നത് കാരണം DMഉം DFഉം സെപ്പറേറ്റ് ആയി പോകുവാണ്. ഈ 2 കേസിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് സെപ്പറേഷൻ്റെ പെയിൻ, വേദന, അതിനെ അതിജീവിച്ച് സ്ട്രോങ് ആൻഡ് ബോൾഡ് ആകാനാണ്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച്.